ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചില്ലിയാണ്. ചൈനീസ് ഡിഷാണ്, വെജിറ്റേറിയൻ സോയ ചങ്ക്സ് വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. സോയ ചങ്ക്സ് ഞാൻ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് അനിയൻ, പിന്നെ ചില്ലീസ്, പിന്നെ ഗാർലിക്ക് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അനിയൻ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഹാഫ് ഈച്ച്. ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആദ്യം സോയ ചങ്ക്സ് സോക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പം നല്ല തിള വന്നാൽ ഓഫാക്കുക. എന്നിട്ട് അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ടിട്ട് സോക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് കവർ ചെയ്യണം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് തീർത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നല്ലോണം വെള്ളം സ്ക്വീസ് ഔട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യും. വെള്ളമൊക്കെ പോക്കിയിട്ട് ഡ്രൈ ആയിട്ട് സോയ ചങ്ക്സ്, കുറച്ച് ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അത് സ്പ്രിങ്കിൾ ചെയ്യണം ഈവനായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം എല്ലാ സോയ ചങ്ക്സും കോട്ടഡ് ആവണം. എന്നിട്ട് ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് അതിലേക്ക് ഇടും. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പാവുന്നത് വരെ സോട്ട് ചെയ്യുക. ക്രിസ്പ് എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് നല്ല ക്രിസ്പാവുന്നവരെ, ഔട്ട്സൈഡ് ഡ്രൈ ആയി ക്രിസ്പായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ല ഡ്രൈ ആയി ഗോൾഡൻ കളറായി ക്രിസ്പായി വന്നിട്ടുണ്ട്. അത് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ സോട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണേൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കുറച്ച് ഹെൽത്തിയാണ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ പാൻ എടുക്കും. എന്നിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിക്കും. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക് അതിലിടും. പിന്നെ ചില്ലീസ് അതിലിടും. എന്നിട്ട് ഗാർലിക് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അനിയൻ ഇടുക. എന്നിട്ട് അത് സോഫ്റ്റ് ആവുന്ന വരെ സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്യും. എന്നിട്ട് അതും സോഫ്റ്റ് ആവുന്ന വരെ, അധികം സോഫ്റ്റ് ആവരുത്, ഒരു ക്രഞ്ചിനെസ് പോകാൻ പാടില്ല, ഒന്ന് ഹാഫ് കുക്ക് ആവുന്ന വരെ സോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഓരോ സോസസ് ആഡ് ചെയ്യാൻ തുടങ്ങും. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂണ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ് 2 ടേബിൾ സ്പൂണ്, പിന്നെ ഞാൻ ഇവിടെ ഡാർക്ക് സോയ എടുത്ത്. ഡാർക്ക് സോയ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. അതിൽ ഉപ്പ് കൂടുതലാണ്. ഞാൻ അതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, ഡാർക്ക് സോയ യൂസ് ചെയ്യുന്നുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ ഓളം ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് വിനാഗിരി 1/2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അവസാനമായിട്ട് ഞാൻ കോൺഫ്ലവറിൻ്റെ സ്ലറി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും കോൺഫ്ലവർ സ്ലറി ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഡ്രൈ സോയ ചില്ലി ഉണ്ടാക്കുന്നത്. സെമി ഗ്രേവി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സ്ലറി ആഡ് ചെയ്യാം. ഗ്രേവിയായി അതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ആഡ് ചെയ്യും. എന്നിട്ട് ആ സോസായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ സോയ ചങ്ക്സും സോസുമായിട്ട് കോട്ടഡ് ആവുന്നവരെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോയ ചില്ലി റെഡിയായി. ഇതാണ്, വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും ഒക്കെ നല്ല സൈഡ് ഡിഷാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.